പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ കുടുംബവും അടക്കം ഇവിടെ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിമായ, പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഉണ്ണിമായ നമ്മളോടൊപ്പം ചേരുന്നു. രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ പൊങ്കാല ഇടുന്നത്. കഴിഞ്ഞ തവണ ആയിരുന്നു ആദ്യമായിട്ട് ഇട്ടത്. ഇത്തവണ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ആഗ്രഹങ്ങള് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കുക, പിന്നെ അച്ഛന്റെ എഫേർട്സിനൊക്കെ നല്ലൊരു റിസൾട്ട് കാണണം, ഇതൊക്കെയാണ് പ്രാർത്ഥിച്ചത്. ഇപ്പോ അതായത് രണ്ടാമത്തെ തവണയാണ്. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു. വലിയ നിർണായകമായ ഒരു ഇലക്ഷനാണ്. അപ്പോൾ അച്ഛന്റെ ഒരു വിജയം അത് ഒരു ഭരണമാറ്റത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അങ്ങനെയില്ല. അച്ഛന്റെ ആഗ്രഹം എന്താന്ന് നമുക്കറിയാം. അച്ഛൻ ഇപ്പൊ കോൺഗ്രസിന് മൊത്തത്തിൽ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അപ്പം അത് നടക്കണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാം. ആൾക്ക് അതാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പം പ്രസന്റ്ലി നടക്കുന്ന കാര്യം നന്നായിട്ട് പോകണം. അതിന്റെ റിസൾട്ട് നമുക്ക് കാണുന്നുണ്ട് ഓരോ ദിവസവും. അപ്പൊ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി പോകണം എന്നാണ്. അടുത്ത തവണ ക്ലിഫ് ഹൗസിന് മുൻപിൽ നിന്ന് പൊങ്കാലിടാനുള്ള ഭാഗ്യമുണ്ടാവും? അതൊന്നും അറിയില്ല. അങ്ങനെ ഒന്നും ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതാണ് സത്യം. പ്രസന്റിൽ മാത്രമാണ്. ഇപ്പൊ പ്രസന്റ്ലി നന്നായിട്ട് എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ഇത്രയും വർഷം കൂടുതലല്ലേ. അപ്പം നമുക്കറിയാം ആളുടെ ഹാർഡ് വർക്കിന്റെ എന്തോരം ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എല്ലാ പോയിന്റിലും അങ്ങനെ തന്നെ പോകണം എന്നാണ്. അത്രേ ഉള്ളൂ. മറ്റു കുടുംബാംഗങ്ങളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതേ മുഖച്ഛായുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പെങ്ങളാണ്. എല്ലാ വർഷവും ഇപ്പൊ സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ വർഷം. എങ്ങനെയുണ്ട് പൊങ്കാല? നന്നായിട്ട് ചെയ്യാൻ പറ്റി. ദേവിയുടെ അനുഗ്രഹമായിട്ട് കരുതുന്നു. മകളിപ്പോ പറഞ്ഞത് അച്ഛന്റെ വിജയടക്കാണ് പ്രാർത്ഥിച്ചത്. അതെ, തീർച്ചയായിട്ടും ചേട്ടന്റെ ലക്ഷ്യം നടക്കട്ടെ എന്ന്. ചേട്ടനൊരു ലക്ഷ്യം ഉണ്ടല്ലോ, അത് നടക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. എല്ലാവരും രണ്ടാമത്തെ തവണ? ഇല്ല, ഇവരൊക്കെ ആദ്യത്തെ തവണ, ഞാൻ രണ്ടാമത്തെ തവണ. എനിക്ക് കഴിഞ്ഞോണ വരാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത്? എനിക്ക് അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. സന്തോഷം, അത്രയ്ക്ക് സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് അമ്മ? നന്നായിരിക്കണു. പൊങ്കാല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം. പ്രാർത്ഥനകളില് പ്രതിപക്ഷ നേതാവിന്റെ വിജയം അത് എല്ലാവർക്കും, എന്റെ കുടുംബത്തിൽ നല്ലത് നന്മ വരണം എന്നുള്ള മാത്രം. എല്ലാവർക്കും അത്ര നന്നായിരുന്നു. എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും. നല്ല രീതിയിൽ പൊങ്കാല അർപ്പിക്കാൻ. അതെ, നല്ല രീതിയിൽ അർപ്പിക്കാൻ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇത്തരത്തിലാണ് വലിയ പ്രതീക്ഷകൾ. രാഷ്ട്രീയ കേരളത്തിന് വലിയ മാറ്റമടക്കം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കന്റോൺമെന്റ് ഹൌസിന് മുൻപിൽ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.